ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സിമ്പിൾ ബിൽ ഇൻവോയ്സ് ഇൻ എക്സൽ എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. എക്സലിൽ വളരെ സിമ്പിളായിട്ടാണ് ഇതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈന് കൂടെ ഒന്ന് കാണിക്കാമോ എന്നുള്ളത്. എക്സലിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. അപ്പോൾ അത് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒറിജിനൽ ഇൻവോയ്സ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇവിടെ ഷീറ്റ് നമ്പർ 4 ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 2 റോസ് അതിനെ മെർജ് ചെയ്തിട്ട് A to F വരെയാണ് ഈ ഇൻവോയ്സിൻ്റെ സ്ട്രക്ചറുള്ളത്. ഷീറ്റ് നമ്പർ 4 1 2 A to F വരെ ഒന്ന് മെർജ് ചെയ്യുക. മെർജ് ചെയ്തതിന് ശേഷം ഇൻവോയ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. കളറ് ഈ കാണുന്ന കളറായിരുന്നു കൊടുത്തിരുന്നത്, റെഡ്. ഇത് ടെക്സ്റ്റ് കളർ റെഡ്. ഇനി ഇതിനൊന്ന് ബോൾഡ് കൊടുക്കുക. ബോൾഡ് കൊടുത്തതിന് ശേഷം സൈസ് ഒരു 16 സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലൈൻമെൻറ്റ്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് സൈസൊക്കെ കൂട്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, തൊട്ട് താഴെയായിട്ട് നമുക്ക് കമ്പനി നെയിമും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷീറ്റ് നമ്പർ 1 ഇത് ഞാൻ ടൈപ്പ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഇത് ഇതേപോലെ ഞാൻ കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തു, ഈ ഭാഗത്ത് പേസ്റ്റ് ചെയ്തു. നിങ്ങൾ മാനുവലി ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. കമ്പനി നെയിം ഫോണ്ട് ആപ്റ്റോസ് നെറോ 11 ഇതാണ് വരുന്നത്. ഇതേ രീതിയിൽ പി കോഡ്, ഐറ്റം നെയിം, ഡിസ്ക്രിപ്ഷൻ ഈ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെത് കാലിബ്രി 11 ബോൾഡ്. അപ്പോൾ ഈ ടൈറ്റിൽ ഞാൻ ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്യാണ്. Ctrl+C കോപ്പി ചെയ്തു. ഞാനിവിടെ 2 റോസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോൾ അവിടെ പേസ്റ്റ് ചെയ്തു. കാലിബ്രി ബോൾഡ്. ഇനി ഫുള്ളായിട്ട് നമുക്ക് ബോർഡറാണ് വേണ്ടത്. ബോർഡർ വെച്ചു, ഓൾ ബോർഡേഴ്സ്. താഴെ നമുക്ക് ടോട്ടൽ കൂടെ കൊടുത്താൽ ഫിനിഷായി. ടോട്ടൽ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.